നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെഡ്മിയുടെ നോട്ട് 10 സീരീസിലെ നമ്മൾ അൺബോക്സ് ചെയ്യുന്ന 4ാമത്തെ ഫോണാണ്. റെഡ്മി നോട്ട് 10S എന്നാണ് ഈ ഫോണിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇനി ഡയറക്റ്റായിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ റെഡ്മി നോട്ട് 10S എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു അൺബോക്സിങ് റിവ്യൂമാണ്. തൊട്ട് മുൻപ് നമ്മൾ നോട്ട് 10 Pro Max അതുപോലെ നോട്ട് 10 പോലെയുള്ള ഫോണുകളിലൊക്കെ നമ്മൾ അൺബോക്സിങ് റിവ്യൂ നമ്മുടെ ചാനലിനകത്ത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ടൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തൊരു മോഡൽ തന്നെയാണിത്. വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ തൊട്ട് മുൻപ് ഇറങ്ങിയ നോട്ട് 10 എന്ന് പറയുന്ന മോഡലുമായിട്ട് ഈ ഒരു ഫോണിനകത്ത് വരുന്നുള്ളൂ. പ്രൈസ് റേഞ്ച് ആയാലും അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സിൽ തന്നെ നമ്മൾ സാധാരണ റെഡ്മിയുടെ ഫോണുകൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഇന്ത്യസ് നമ്പർ 1 ബ്രാൻഡ് അത്തരത്തിൽ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റാണ്. ഷവോമിയുടെ ലോഗോ, പിന്നെ ഒരു ഫോണിൻ്റെ ഫോട്ടോ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ റെഡ്മി നോട്ട് 10 സീരീസിൽ കണ്ടിട്ടുള്ള സെയിം ഒരു ബോക്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഫോണിൻ്റെ ബോക്സിൻ്റെ സൈഡിലായിട്ട് മോഡൽ നെയിം ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഡീറ്റെയിൽസിൻ്റെ ജസ്റ്റ് വായിച്ച് നോക്കാം. റെഡ്മി നോട്ട് 10S മോഡൽ നെയിം, 64 മെഗാപിക്സലിൻ്റെ ക്വാഡ് ക്യാമറ, 6.43 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ എന്ന കാര്യം, പിന്നെ മീഡിയടെക്കിൻ്റെ ഹീലോ G95 എന്ന പ്രോസസ്സറായിട്ട് മാറിയിട്ടുണ്ട്. 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വളരെ ചെറുതായിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് ചെറുതായിട്ട് ഇങ്ങനെ ലെറ്ററിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തുള്ളത് ഇതിൻ്റെ ഷാഡോ ബ്ലാക്ക് എന്ന കളറാണ്. 6GB RAM 64GB വേരിയൻ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ 6GB RAM 128GB ഉള്ള മറ്റൊരു വേരിയൻറ്റ് കൂടി അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഈ ഫോണിൻ്റെ മെയിൻ ബോക്സ് നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഈ ഒരു ഫോൺ നമുക്ക് കിട്ടും. നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ കിട്ടുമ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു പേപ്പർ ബോക്സിനകത്ത് നമുക്ക് ഒരു സിം എജക്റ്റിംഗ് ടൂൾ കിട്ടുന്നുണ്ട്. പിന്നെ വളരെ ഇമ്പ്രസ്ഡ് ആയിട്ട് പറയാനുള്ള കാര്യം ഇതിൻ്റെ കൂടെ ബാക്ക് പൗച്ച് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. നമ്മൾ പല റെഡ്മിയുടെയും റിയൽമിയുടെ ഫോണുകൾ അൺബോക്സ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യമാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ബാക്ക് പൗച്ച് കിട്ടാത്തത് ഭയങ്കര മോശമാണെന്ന കാര്യം. പക്ഷേ നമുക്ക് ഇതിനകത്ത് നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു കട്ടിയോട് കൂടിയിട്ടുള്ള ഒരു ബാക്ക് കേസ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക് കേസ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 33 വാട്ടിൻ്റെ ഒരു വളരെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. ചാർജിന് വേണ്ടിയിട്ട് Type C ഒരു ചാർജിങ് കേബിളും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 ആക്സസറീസാണ് നമ്മൾ ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ നമുക്കൊക്കെ മാറ്റി വയ്ക്കാം. നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ഫോൺ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഫോൺ വരുന്നത്. റെഡ്മിയുടെ ചെറിയൊരു ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് റെഡ്മി നോട്ട് 10S എന്ന് പറയുന്ന ഫോണിൻ്റെ ഷാഡോ ബ്ലാക്ക് എന്ന കളർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ തന്നെ നമുക്ക് 4 കളർ വേരിയൻറ്റുകളിലാണ് ഈ ഫോൺ പുറത്തിറങ്ങിയിട്ടുള്ളത്. നോട്ട് 10 എന്ന് പറഞ്ഞ മോഡൽ 3 കളറാണ് എന്നുണ്ടെങ്കിൽ ഇത് 4 കളർ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ഓരോ കളറും നല്ല മനോഹരമായി തന്നെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് മുൻപ് ഇറങ്ങിയ ഫോണുമായിട്ടൊന്നും ഡിസൈൻ വൈസൊന്നും യാതൊരു വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഒറ്റനോട്ടത്തിൽ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഡിസ്പ്ലേയും സെയിം തന്നെയാണ് വരുന്നത്. ബാക്കിൽ നോക്കിയാൽ നല്ല ഒരു ഗ്ലോസി ഫിനിഷാണ്. ഒറ്റനോട്ടത്തിൽ ഗ്ലാസ് ബോഡി ആണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തുള്ളത്. നല്ല ഗ്ലോസിയാണ്. പല ആംഗിളുകളിൽ പല കളറിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളുടെ തൊട്ട് മുൻപത്തെ റെഡ്മിയുടെ തന്നെ നോട്ട് 9 സീരീസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഡിസൈൻ വൈസൊക്കെ ഒന്നും കൂടി വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താഴെ ഇത്തരത്തിൽ റെഡ്മിയുടെ ലോഗോയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ക്യാമറ ആയാലും കുറച്ച് മാത്രമാണ് പുറത്തേക്ക് പൊന്തി നിൽക്കുന്നുള്ളൂ. ബാക്കി ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്യാമറ ഫിറ്റായിരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്ത ആ ഒരു സെയിം ഫോണിൻ്റെ ക്യാമറ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഒരു മെയിൻ റിയർ ക്യാമറ, തൊട്ട് താഴെ 3 ക്യാമറകൾ, പിന്നെ സൈഡിലായിട്ട് ഒരു LED ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തുള്ളത്. ഈ ഒരു 64 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാമറയെ കുറിച്ച് നമുക്ക് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ഞാൻ ലൈവ് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഡിസൈൻ വൈസൊക്കെ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഡിസൈൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഈ ഫോണിൻ്റെ തിക്നെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി വരുന്നത്. അപ്പോൾ ആ ഒരു ബാറ്ററിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് വലിയ രീതിയിലുള്ള ഒരു തിക്നെസ് ഫീൽ ചെയ്യുന്നില്ല. ഇതിങ്ങനെ ഒരു 2.5D കർവ് ഡിസൈൻ ആയതുകൊണ്ടായിരിക്കും നമുക്കൊരു വലിയൊരു കനം ഫീൽ ചെയ്യാത്തത്. സൈഡിലായിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും അതുപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളൊക്കെ വരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് സിം കാർഡ് ഹോൾഡർ വരുന്നുണ്ട്. മുകളിലായിട്ട് സ്പീക്കേഴ്സിൻ്റെ ഗ്രില്ല് വരുന്നുണ്ട്. മൈക്രോഫോണിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് 2 സിം കാർഡുകളും മെമ്മറി കാർഡും ഒരേ സമയം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 512GB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. താഴെ റൈറ്റ് സൈഡിലായിട്ട് സ്പീക്കർ ഗ്രില്ലുകൾ വരുന്നുണ്ട്. സെൻട്രലായിട്ട് Type C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. മൈക്രോഫോണിൻ്റെ ഹോൾ വേണം. 3.5mm ഓഡിയോ ജാക്കിൻ്റെ ഹോൾ വേണം. അപ്പോൾ ഡിസൈൻ വൈസ് ഇതൊക്കെയാണ് പറയാനുള്ളത്. നേരത്തെ ഒന്നും പറയാനില്ല, തൊട്ട് മുൻപ് ഇറങ്ങിയ നോട്ട് 10 എന്ന് പറയുന്ന സെയിം ഒരു ഡിസൈൻ തന്നെയാണ്. യാതൊരു വിധ വ്യത്യാസങ്ങളും ഡിസൈൻ വൈയിൽ വരുത്തിയിട്ടില്ല. സ്ക്രീൻ സൈസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. ഇൻറ്റേർണലായിട്ട് കുറച്ച് മാറ്റങ്ങൾ മാത്രമാണ് ഈ ഒരു ഫോണിന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫോൺ ഓൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഓണാവുന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളൊരുപാട് മണിക്കൂറുകളുടെ നേരത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഓരോ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക.
നമ്മുടെ ചാനലിനകത്ത് ഇനിയും ഭാവിയിൽ ഒരുപാട് ഫോണുകളുടെ ഇപ്പോൾ നിലവിൽ 100-ലേറെ ഫോണുകളുടെ അൺബോക്സിങ് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഫോണുകളുടെ അൺബോക്സിങ് റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഫോൺ എന്തായാലും ഓൺ ആയിട്ടുണ്ട്. Redmi Note 10S എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഓൺ ആകുമ്പോൾ കാണുന്ന ഹോം സ്ക്രീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. 6.43 ഇഞ്ചാണ്. അതിനകത്ത് ഒതുങ്ങുന്ന ഒരു സൈസാണത്. വളരെ ബെസലെസ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഒരു ഒറ്റനോട്ടത്തിൽ ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു കോണിംഗ് കോർല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും ഇതിൻ്റെ ഡിസ്പ്ലേയുടെ മുകളിൽ വരുന്നുണ്ട്. ഒരു 13 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ പഞ്ച് ഹോളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്ലേ വൈസ് ഒന്നും പറയാനില്ല. LED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇൻ ഡിസ്പ്ലേയിൽ കൊടുക്കാമായിരുന്നു എന്ന അഭിപ്രായം എനിക്ക് ഈ ഒരു ഫോണിനകത്തും ഉണ്ട്. അത് നമുക്ക് വിട്ട് കളയാം. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അനാവശ്യമായ അധികം ആപ്ലിക്കേഷനുകളൊന്നും ഇൻബിൽഡായിട്ട് കൊടുത്തിട്ടില്ല. എന്നിരുന്നാലും കുറച്ച് ആപ്ലിക്കേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് അതുപോലെ ആമസോൺ പ്രൈം വീഡിയോ പോലുള്ള കുറച്ച് ആപ്ലിക്കേഷൻ മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് കളഞ്ഞിട്ട് സ്റ്റോറേജിനൊക്കെ നമുക്ക് ഫ്രീ ആക്കി യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതാണ്. വളരെ വലിയ ഐക്കണുകളൊക്കെയാണ് കൊടുത്തുള്ളത്. സാധാരണ നമ്മൾ MIUIയിൽ കാണുന്ന രീതിയിലുള്ള ഒരു സെയിം ഒരു നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള നല്ല ടച്ച് സ്മൂത്തൊക്കെ നല്ല ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ ആയാലും നല്ല ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എബൌട്ട് ഫോണിനകത്ത് നോക്കിയാൽ നമുക്കിതിൽ MIUI വേർഷൻ 12.5 ഈ ഫോൺ ഓൾറെഡി പുറത്തിറങ്ങിയിട്ടുള്ളത്. എന്തായാലും ഭാവിയിൽ MIUI 13 അപ്ഡേഷനൊക്കെ എന്തായാലും കിട്ടുന്ന ഒരു മോഡൽ തന്നെയാണ് Note 10 സീരീസിലെ എല്ലാ ഫോണുകളും. ഇത് നമ്മളിപ്പോൾ എടുത്തുള്ളത് 64GB സ്റ്റോറേജുള്ള മോഡലാണ്. അതിനകത്ത് 15GB ഓൾറെഡി യൂസ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള മെമ്മറിയാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. മെമ്മറി എക്സ്പാൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരിക്കില്ല. മോഡൽ നെയിം അതുപോലെ തന്നെ ഇതൊരു Android 11 പ്രവർത്തിക്കുന്ന മോഡലാണ്. അപ്പോൾ എന്തായാലും ഭാവിയിൽ ഒരു Android 12 അപ്ഡേഷനൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇത്തരത്തിൽ 6GB RAM അതിൻ്റെ പ്രൊസസ്സറിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുള്ളത്. ഇതിനകത്ത് മാറ്റം വന്നിട്ടുള്ളത് ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സർ ചേഞ്ച് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. തൊട്ട് മുൻപത്തെ Note 10 എന്ന് പറയുന്ന മോഡൽ സ്നാപ്ഡ്രാഗൺ 678 എന്ന പ്രോസസ്സറാണ് എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഗെയിമിങ്ങിന് പറ്റിയ മോഡലാണ്. G95 എന്ന് പറഞ്ഞ ഒരു ഗെയിമിംഗ് പ്രോസസ്സറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 6GB റാമിൻ്റെ കൂടെ ഒരു G95 പ്രോസസ്സർ കൂടി വരുമ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 64 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ. ക്യാമറയും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂം ചെയ്താലൊന്നും അതിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നഷ്ടപ്പെടാത്ത രീതിയിൽ നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഫോട്ടോ നമുക്ക് ഇതിനകത്തുനിന്നും കിട്ടുന്നുണ്ട്. പ്രധാനമായിട്ടും റെഡ്മിയുടെ ഫോണുകളൊക്കെ ക്യാമറ സെൻട്രിക് മോഡലുകളല്ല. എന്നിരുന്നാലും അതിൻ്റെതായ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡിസ്പ്ലേ LED കൂടെ ആയതുകൊണ്ട് നല്ലൊരു വിസിബിലിറ്റി നല്ലൊരു ഔട്ട്പുട്ട് നമുക്കിതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ക്യാമറയെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും വേറെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി Redmi Note 10 Pro Max എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു ക്യാമറ റിവ്യൂ എന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതും ഇതുമായിട്ടൊക്കെ ഏകദേശം ക്യാമറ സെറ്റിങ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ പ്രൊഫഷണൽ മോഡ്, വീഡിയോ മോഡിൽ തന്നെ നമുക്ക് 4K റെസൊല്യൂഷനിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. 4K 30 ഫ്രെയിം പെർ സെക്കൻഡിനകത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാം. പിന്നെ 1080 ഫുൾ HD നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡിനകത്തും റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോഗ്രാഫിക്കായാലും അത്യാവശ്യം കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഇറക്കിയൊരു മോഡൽ തന്നെയാണ് ഇതെന്ന് പറയാം. പ്രത്യേകിച്ച് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സെഗ്മെൻറ്റ് കൂടി കണക്കിലെടുക്കുമ്പോൾ. ഇനി അതുകൂടാതെ ഫോട്ടോ മോഡ് വരുന്നുണ്ട്. അതിനകത്ത് പിന്നെ പോർട്രേറ്റ് മോഡ്, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവുന്ന മോഡുകൾ വരുന്നുണ്ട്. ഫിൽറ്ററുകൾ ഒരുപാട് വരുന്നുണ്ട്. മോർ സെറ്റിങ്സിനകത്ത് ഇത്തരത്തിൽ നൈറ്റ് മോഡ്, 64 മെഗാപിക്സലിൻ്റെ ഒരു ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കുന്ന ഒരു മോഡ് വരുന്നുണ്ട്. ഷോർട്ട് വീഡിയോ, പനോരമ മോഡ്, ഡോക്യുമെൻ്റ് മോഡ്, സ്ലോ മോഷൻ മോഡ്, ടൈം ലാപ്സ് മോഡ്, കസ്റ്റം വാട്ടർ മാർക്ക്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ക്യാമറ ഫീച്ചേഴ്സിനകത്തും കൊടുത്തിട്ടുണ്ട്. 13 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ എന്ന് പറഞ്ഞു. നമുക്ക് ഇനി എന്തായാലും ലൈവായിട്ട് ഒരു സെൽഫി കൂടി എടുത്തിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ക്യാമറ എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യുന്നത് വളരെ വെളിച്ചം കുറഞ്ഞ ഒരു റൂമിനകത്താണ്. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള ഒരു ഔട്ട്പുട്ട് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്തായാലും ലൈവായിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 13 മെഗാപിക്സലുണ്ട്. പിന്നെ 5 ഹോൾ ക്യാമറ ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ബ്യൂട്ടി മോഡിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 13 മെഗാപിക്സലാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു മനോഹരമായ അത്യാവശ്യം സൂം ചെയ്താലൊന്നും ക്വാളിറ്റി പോകാത്ത രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ക്യാമറയ്ക്കകത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാമറ വൈസ് ആയാലും അത്യാവശ്യം വളരെ ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതും കീപ്പ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. 5000 mAh ബാറ്ററി, 6.43 ഇഞ്ചിൻ്റെ ഒരു LED ഡിസ്പ്ലേ, മീഡിയടെക്കിൻ്റെ ഹീലോ G95 എന്ന ഗെയിമിംഗ് പ്രോസസ്സർ, 6GB RAM 128GB 6GB/64GB വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. 4 കളറുകളിൽ നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. നല്ല ഡിസൈൻ ആയാലും അത്യാവശ്യം എല്ലാം നല്ല കുഴപ്പമില്ലാത്ത നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തുള്ളത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ റെഡ്മിയുടെ ഫോൺ തന്നെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് തന്നെയാണ് Redmi Note 10s എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഫോണിനെ കുറിച്ച് മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ലോട്ട്.